നിങ്ങൾ രാജിയാണ് ഒരു MLA ചെയ്ത തെറ്റിന്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻപുണ്ടായിട്ടുള്ള 2 MLA രാജിവെക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ MLA പ്രശ്നമാണെങ്കിൽ എല്ലാ MLA ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ബാധകമാണ്. ഇരിക്കുന്ന ഒരു പദവിയുണ്ട്, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിൽ നിന്നും അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട്. ഒരു മിനിറ്റ് പോലും ആ പദവിയിൽ ഇരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. മുകേഷും അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ കേരളത്തിലെ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയ പ്രസ്ഥാനവും LDFും ഒക്കെ ഇക്കാര്യം ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്ന മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് CPIM. അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യത്തിൽ ധാരണയായി എന്ന് സൂചന വരുന്നു. അതേസമയം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കും എന്നും അറിയുന്നുണ്ട്. മുകേഷിനെ സംരക്ഷിക്കുന്ന CPIM പ്രതിക്കൂട്ടിലാണെന്ന് VD സതീശൻ പ്രതികരിച്ചു. മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ തെരുവിലിറങ്ങിയ കാഴ്ചയും നമ്മൾ കണ്ടു. മുകേഷിനെ സംരക്ഷിച്ച് CPIM പ്രതിരോധം തീർക്കുമ്പോഴും രാജിയാണ് വേണ്ടത് എന്ന നിലപാടിലാണ് CPI നിൽക്കുന്നത്. മുന്നണികൾ 2 തട്ടിലാകുമ്പോൾ മുകേഷിനെ വെളുപ്പിച്ചെടുക്കുകയാണോ CPIM ഉദ്ദേശിക്കുന്നത്? ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംവിധായിക കുഞ്ഞില മാസിലാമണി, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, കോൺഗ്രസിൽ നിന്ന് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. നമുക്ക് ചർച്ചയിൽ അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് VA ഗിരീഷ്, ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നൽകുന്ന റിപ്പോർട്ടിലേക്ക് ആദ്യം പോകാം. ഗിരീഷ്, മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതിക്രമിച്ചു കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം എന്ന് തുടങ്ങി 4 വകുപ്പുകളിലാണ് മുകേഷിനെതിരെ മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 3 വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ഇവയൊക്കെ. ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും കേസ് രജിസ്റ്റർ ചെയ്തിട്ടും മുകേഷിനെ സംരക്ഷിച്ച് നിർത്തുക എന്നതാണോ CPM തീരുമാനിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇടതു മുന്നണിയിൽ നിന്ന് തന്നെ CPI ശക്തമായി മുകേഷിന്റെ രാജി ആവശ്യത്തിനോടൊപ്പം നിൽക്കുമ്പോഴും വേണ്ട അങ്ങനെ ഒരു രാജി എന്ന് CPM തീരുമാനിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ന് ചേർന്ന CPM അവൈലബിൾ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനമാണ്. മുകേഷിനോട് രാജി ആവശ്യപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് അവൈലബിൾ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം. പകരം മുകേഷ് സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാകണം എന്നൊരു നിർദ്ദേശം അവൈലബിൾ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുകേഷിൻ്റെ രാജി ആവശ്യം എന്നുള്ളത് ഒരു രാഷ്ട്രീയ ആവശ്യമായിട്ടാണ് ഇപ്പോൾ CPM കാണുന്നത്. ആരോപണമുണ്ടായിട്ടുണ്ട്, പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ സർക്കാർ ഒരു തരത്തിലും മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തിട്ടില്ല. ഇത് പോലീസിൻ്റെ നടപടികളിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. എന്നാൽ അതേസമയം ഈ ആരോപണം തെളിയിക്കുന്നിടം വരെ അദ്ദേഹം കുറ്റക്കാരനല്ല. അതുകൊണ്ട് തന്നെ മുകേഷിനോട് ഇപ്പോൾ MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടേണ്ടതില്ല എന്ന ഒരു പൊതുധാരണയിലേക്കാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച CPI ദേശീയ നേതൃത്വത്തിൻ്റെ ആവശ്യം, മുതിർന്ന നേതാക്കൾ ആനി രാജയും അതോടൊപ്പം തന്നെ പ്രകാശ് ബാബുവൊക്കെ ഉന്നയിച്ച ആവശ്യങ്ങൾ CPIM നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം സംസ്ഥാന സമിതിയും യോഗം ചേരുന്നുണ്ട്. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷ് വിഷയം വീണ്ടും ചർച്ചയാകും. ഈ ചർച്ചയിലാകും ഏതെങ്കിലും തരത്തിലുള്ള ഇതിനകത്ത് പാർട്ടിയുടേതൊരു സ്ത്രീപക്ഷ നിലപാടാണെന്നും തെറ്റ് ചെയ്ത ആളുകളെ CPIM സംരക്ഷിക്കില്ല എന്നുമൊക്കെ നേതാക്കൾ പറയുമ്പോൾ CPIയിൽ നിന്ന് മുകേഷ് ഇനി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന നിലപാട് വരുമ്പോഴും ആരാണ് മുകേഷിന് സംരക്ഷണം ഒരുക്കുന്നത്? പ്രത്യേകിച്ച് ഇതിപ്പോൾ മുകേഷിനെതിരെ മാത്രം ഉയർന്നു വന്നിട്ടുള്ള ആരോപണമല്ല. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലർക്കെതിരെയും ഇതുപോലെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുകേഷിനെതിരെ ഉയരുന്ന ആരോപണത്തെ മാത്രം അത് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയുള്ളതാണ് എന്ന് പൊതുസമൂഹത്തെ CPM എങ്ങനെ ബോധ്യപ്പെടുത്തും? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ മുകേഷിന് സർക്കാർ ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്നുള്ളതാണ് CPIM മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ആർക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ടോ, പരാതി ഉയർന്നിട്ടുണ്ടോ, അവർക്കെല്ലാം എതിരെ സ്വീകരിച്ച അതേ നടപടി തന്നെ മുകേഷിൻ്റെ കാര്യത്തിലും ഉണ്ടായി എന്നുള്ളതാണ്. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നത്. പക്ഷേ മുകേഷിൻ്റെ രാജി ആവശ്യം ഉന്നയിക്കുന്നത് രാഷ്ട്രീയമായ കാരണങ്ങളാലാണ്. ഇത് കോൺഗ്രസും അതോടൊപ്പം തന്നെ BJP
BJPയും രാഷ്ട്രീയമായി മുതലെടുക്കുകയാണ്. അതിന് നിന്നു കൊടുക്കേണ്ട എന്നാണ് ഇപ്പോൾ CPIM തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ CPIM ഇത്തരത്തിലൊരു നിലപാടെടുത്തിരിക്കുന്നത്. ഇതിന് കാരണമായി CPM നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു വസ്തുതയുണ്ട്. അത് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ തന്നെ ഇന്ന് വ്യക്തമാക്കിയതുമാണ്. ഈ ആവശ്യം ഉന്നയിക്കുന്ന കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ഭാഗത്തെ 2 MLA-മാർ സമാനമായ ആരോപണം നേരിടുന്നവരാണ്. അവർ ഇപ്പോഴും പ്രതിപട്ടികയിലുള്ളവരാണ്. ഇതിൽ ഒരാൾ ജയിലിൽ കിടന്നിട്ടുള്ളതുമാണ്. ഇവർ എന്തുകൊണ്ട് രാജിവെച്ചില്ല? അത്തരത്തിൽ MLA സ്ഥാനം രാജിവെക്കാത്ത ഒരു പാർട്ടി എന്തിന് മറ്റുള്ള ഒരു രാഷ്ട്രീയം ആവശ്യമായി ഇത് ഉന്നയിച്ചുകൊണ്ട് മുകേഷിന്റെ രാജിക്കായി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് CPM ഉന്നയിക്കുന്ന. ശരി ഗിരീഷ്, VA ഗിരീഷാണ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത്. ഏതായാലും മുകേഷ് MLA സ്ഥാനം ഒഴിയേണ്ടതില്ല എന്ന നിലപാടിലേക്ക് CPM പോകുന്നു. മുകേഷിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ളതാണ് എന്ന് വിലയിരുത്തിയാണ് CPM ഇങ്ങനൊരു നിലപാടിലേക്ക് എത്തുന്നത്. അതേസമയം തന്നെ മുന്നണിക്കകത്ത് ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. മുകേഷ് പദവി ഒഴിയണം എന്ന ആവശ്യം CPI മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എത്ര നാൾ CPM-ന് പൊതുസമൂഹത്തിൽ ഈ വാദം ഉയർത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. VA ഗിരീഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് വൈകുന്നേരം ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സംവിധായക ശ്രീമതി കുഞ്ഞില മാസിലമണി നമ്മളോടൊപ്പമുണ്ട്. ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒപ്പം ചേരുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഉണ്ട്. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ഈ ചർച്ചയിൽ. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, CPM-ൻ്റേത് ഒരു ഉറച്ച സ്ത്രീപക്ഷ നിലപാടാണെന്നും തെറ്റ് ചെയ്ത ആളുകളെ സംരക്ഷിക്കാൻ CPM നിൽക്കില്ല എന്നുമൊക്കെ ഇടത് മുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞ അതേ ശ്വാസത്തിൽ തന്നെയാണ് മുകേഷ് ഇപ്പോൾ MLA പദവി രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടും ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം അതിന് പറഞ്ഞ ഒരു ന്യായം ഇതിൽ രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം ഇതേ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട കോൺഗ്രസ് MLA-മാരുടെ കാര്യത്തിൽ രാജി എന്ന ഒരു മാതൃകാപരമായ നടപടി എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടില്ല എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിച്ചു നിർത്താനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം എങ്ങനെയാണ് ഈ നിലപാടിനെ കാണുന്നത്? ആദ്യം തന്നെ ഗോപി ഞാൻ പറയട്ടെ, ഇത് CPM-ൻ്റെ ഇരട്ടത്താപ്പാണ് ഈ കാര്യത്തിൽ തുടക്കം മുതൽ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഹേമ കമ്മിറ്റി എന്നുള്ളത് രൂപം കൊടുത്തത് തന്നെ CPM-ൻ്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും ഏതോ നയ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നത് ഒന്നാമത് തെറ്റ്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു യുവനടിയെ ബലാത്സംഗ കൊട്ടേഷൻ കൊടുത്ത് ഉപദ്രവിച്ചതിൻ്റെ പുറത്ത് യുവനടികളടക്കമുള്ള നടിമാർ ചേർന്നുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ട് സമ്മർദ്ദം ചെലുത്തി പൊതുസമൂഹത്തിൻ്റെ സമ്മർദ്ദം കൂടിയായപ്പോഴാണ് ഹേമ കമ്മിറ്റിക്ക് ഗവൺമെൻറ് രൂപം കൊടുത്തത്. അപ്പോൾ ഹേമ കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. ഹേമ കമ്മിറ്റിയോട് പറഞ്ഞിരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ തലയെടുപ്പുള്ള ഒരു ന്യായാധിപയായിട്ടുള്ള ജസ്റ്റിസ് ഹേമയും അതുപോലെ തന്നെ B വത്സലകുമാരി കളക്ടറായിരുന്നു, അതുപോലെ തന്നെ നടി ശാരദയും അടക്കമുള്ള പ്രമുഖരായ വനിതകൾ അവർ ഒരുപാട് പേരുടെ മൊഴിയെടുത്ത് അവർ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ഓഡിയോ ക്ലിപ്പിങ്ങും വീഡിയോ ക്ലിപ്പിങ്ങും അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് കണ്ടെത്തിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് 4.5 വർഷക്കാലം അത് പൂഴ്ത്തിവെച്ചു എന്നുള്ളതിന് മറുപടി പറയേണ്ടത് ഗവൺമെൻറ് തന്നെയാണ്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഈ നിമിഷം വരെ മിണ്ടിയിട്ടില്ലെന്ന് ഓർക്കണം. മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഈ വിഷയം ചെറുതായിപ്പോയത്? ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആകാംക്ഷാപൂർവ്വം നോക്കിയിരിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഒരക്ഷരം പോലും ശബ്ദിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഉള്ള ആരോപണത്തിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് സർക്കാർ പൂഴ്ത്തിവെച്ചതല്ല, പരാതിക്കാർ രംഗത്ത് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള നടികളുടെ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ചാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം കൊടുത്തിട്ടുണ്ട്. അവർ ഇപ്പോഴിതാ മുകേഷിനെതിരെ, അതായത് ഭരണകക്ഷി MLA-ക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് കേസിട്ടിരിക്കുകയാണ്. ഇന്നലെ എടുത്ത മൊഴിയെടുപ്പിനെ തുടർന്ന്, ആ മൊഴിപ്പകർപ്പ് പോലീസിന് കൈമാറിയതിനെ തുടർന്ന്. ഗോപി ഞാൻ പറയട്ടെ ഗോപി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുഖ്യമന്ത്രി എന്നാ ഇത് പറഞ്ഞത്? ഇത് 10 ദിവസങ്ങളായിട്ട് നടക്കുന്ന ചർച്ചയാ. മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഒരൊറ്റ നിമിഷം ഞാൻ വരാം. മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് 4 വകുപ്പുകളാണ്. 3 വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു. പക്ഷേ മുകേഷിന് ആശ്വാസമായിരിക്കുന്നു. ജില്ലാ സെഷൻസ് കോടതി മുകേഷിന്റെ അറസ്റ്റ് അടുത്ത മാസം 3 വരെ
തടഞ്ഞിരിക്കുന്നു. അടുത്ത 5 ദിവസത്തേക്ക് മുകേഷിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ്. പ്രാഥമികമായ ഒരു വിവരശേഖരണം നടത്തിയ ശേഷം അറസ്റ്റിലേക്ക് കടക്കുക എന്നതായിരുന്നു സ്വാഭാവികമായും ഈ കേസിൽ, പ്രത്യേകിച്ച് ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുകേഷിനെതിരെ ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള, പോലീസിന്റെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുള്ള ഒരു തുടർ നടപടി. പക്ഷേ മുകേഷിന് താൽക്കാലികമായ ഒരു ആശ്വാസം കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അറസ്റ്റ് അടുത്ത മാസം 3 വരെ ജില്ലാ സെഷൻസ് കോടതി തടഞ്ഞിരിക്കുന്നു. അടുത്ത 5 ദിവസത്തേക്ക് മുകേഷിന്റെ അറസ്റ്റ് പാടില്ല. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മുകേഷിന് എതിരായിട്ടുള്ള ബലാത്സംഗ കുറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ നടക്കുകയാണ്. പ്രാഥമികമായ വിവരശേഖരണത്തിനെ തുടർന്ന് ഉടൻ തന്നെ മുകേഷിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഘട്ടത്തിലാണ് മുകേഷ് കോടതിയെ സമീപിച്ചത്. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് മുകേഷിന് താൽക്കാലികമായ ആശ്വാസം ഉണ്ടായിരിക്കുന്നു. അടുത്ത 5 ദിവസത്തേക്ക് മുകേഷിന്റെ അറസ്റ്റ് ജില്ലാ സെഷൻസ് കോടതി തടഞ്ഞിരിക്കുന്നു. അടുത്ത മാസം 3 വരെ നടനും MLA-യുമായ മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് ജില്ലാ സെഷൻസ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതിക്രമിച്ചു കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം എന്ന് തുടങ്ങി 4 വകുപ്പുകളിൽ 3 വർഷം മുതൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കാവുന്ന ശിക്ഷയായിരുന്നു ഈ കുറ്റം തെളിഞ്ഞാൽ മുകേഷിന് കിട്ടുക. ഇപ്പോൾ മുകേഷിന് താൽക്കാലികമായ ആശ്വാസം ഉണ്ടായിരിക്കുന്നു. വീണ്ടും ചർച്ചയിലേക്ക് കടക്കുന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഈ ചർച്ചയിൽ താങ്കളുടെ വാദം അവതരിപ്പിക്കുന്നതിനിടെയാണ് മുകേഷിന് ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം വന്നിരിക്കുന്നത്. അടുത്ത മാസം 3-ാം തീയതി വരെ മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ജില്ലാ സെഷൻസ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കോടതിയിൽ മുകേഷ് ഉന്നയിച്ച വാദം ഇത് പണം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ബ്ലാക്ക്മെയിൽ തന്ത്രമാണ് തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്നാണ്. പ്രഥമ ദൃഷ്ട്യാ മുകേഷിന് അതിൽ ഒരു 5 ദിവസത്തെ സാവകാശം ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുകയാണ്. പറയൂ. ഗോപി, റിപ്പോർട്ടിങ്ങിൻ്റെ തുടക്കം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു FIR ക്യാൻസൽ ചെയ്തെന്നാണ് ഓർത്തത്. ഇതിനകത്ത് കോടതിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയല്ലേ. അതിനകത്ത് 3-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞു. അതിപ്പോൾ വലിയ കാര്യമായിട്ട് എനിക്ക് വലിയൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ ആവശ്യം മുകേഷ് രാജിവെക്കുക എന്നുള്ളതാണ്. മുകേഷ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മുകേഷ് തുടരെ ഇത്തരത്തിൽ ലൈംഗിക അധിക്ഷേപം ഉണ്ടായിരിക്കുന്ന ഒരു ജനപ്രതിനിധി ഒരുപക്ഷെ ഇന്ത്യയിൽ ഈ മുകേഷ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മുകേഷ് ആദ്യം പറഞ്ഞത് എന്താ, ബാലിശമാണ് ഈ പരാതി. എത്ര കൂളായിട്ടാണ് പറഞ്ഞത്, ബാലിശമായിട്ടുള്ള ഈ പരാതി എന്ന് പറഞ്ഞ് ആ പരാതിക്കാരിയെ അധിക്ഷേപിക്കാനാണ് മുകേഷ് ശ്രമിച്ചത്. രണ്ടാമത് പറഞ്ഞത് എന്താണ്, രണ്ടാമത് മുകേഷ് പറഞ്ഞത് ഞാൻ CPM-ന്റെ MLA ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. മൂന്നാമത് മുകേഷ് പറഞ്ഞു എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. 4-ാമത് പറഞ്ഞതാണ് ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഈ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ആണെങ്കിൽ അവർ തന്നെ ചോദിക്കില്ലേ, അപ്പം തന്നെ ഒരു MLA പരാതി കൊടുക്കണ്ടേ? ആ കോടതി അത് നാളെ ചോദിക്കില്ലെന്നുണ്ടോ? ആ പരാതി ബ്ലാക്ക് മെയിലിംഗ് നടത്തിക്കൊണ്ട് പണം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ആ പരാതിക്കാരിയും ഭർത്താവും നടത്തിയെങ്കിൽ മുകേഷ് അപ്പം തന്നെ ഈ നാട്ടിലെ ലോ അബൈഡിങ് പേഴ്സൺ എന്നുള്ളതിൽ ചെയ്യേണ്ടത് എന്തായിരുന്നു? അപ്പം തന്നെ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമായിരുന്നു. അത് വല്ലതും ചെയ്തോ? അപ്പോൾ ഇതൊക്കെ മുട്ടാത്തർക്കമാണ് ഇനി വരാനിരിക്കുന്നത്. എനിക്കിപ്പോൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞതിനേക്കാൾ അപ്പുറമായിട്ട് ഞാൻ പറഞ്ഞു വന്നപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടതിനെക്കുറിച്ച് ഗോപി ഇങ്ങോട്ട് പറഞ്ഞു. ഇവിടെ സജീവ് ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി രഞ്ജിത്തിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളുമായിട്ട് കടന്നു വന്നു. പിറ്റേ ദിവസം മലക്കം പറഞ്ഞു. 76 ബാച്ചിലെ SFI-കാരനായതുകൊണ്ട് അയാൾ പരമയോഗ്യനാണെന്ന് പറഞ്ഞു വന്നു. ഏറ്റവും അവസാനം എൻ്റെ വീട്ടിൽ 3 പെൺകുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകതരം ഇടപാട്, ഒരു പ്രസ്താവനയുമായിട്ട് സജി ചെറിയാൻ കടന്നു വന്നു. ഇതൊക്കെ മുഖ്യമന്ത്രി അറിയാതെയാണോ? ഇനി ചോദിക്കട്ടെ, എന്തിനാണ് കുറച്ച് ഖണ്ഡികകൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നത്? അതും കൂടി പുറത്തുവിടണ്ടേ? ഇതാർക്കാണ് അധികാരമുള്ളത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കടലാസുകൾ, ഖണ്ഡികകൾ എന്തിനു വേണ്ടിയാണ് ഈ ഗവൺമെൻറ്റും സാംസ്കാരിക വകുപ്പും സിനിമാ മന്ത്രിയും കൂടി മാറ്റിവെച്ചിരിക്കുന്നത്? ഞങ്ങൾ ബലമായി സംശയിക്കുന്നു ഈ ഗവൺമെൻറ്റിന് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ മുകേഷിനെ പോലെയുള്ളവരെ, മുകേഷിൻ്റെ പേര് തന്നെ അതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് സംശയം. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയുടെ അംഗം എന്നുള്ള നിലയിൽ ഈ റിപ്പോർട്ട് വായിക്കാൻ കൊടുത്തു. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ മാറ്റിവെക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വേണ്ടപ്പെട്ടവരുമായി ചർച്ച ചെയ്തെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണെങ്കിൽ അത് അങ്ങേയറ്റം കൊടിയ കുറ്റമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചു എന്നുള്ളതിന് മുഖ്യമന്ത്രിയും സജി ചെറിയാൻ മന്ത്രിയും മറുപടി പറയണം. അതിനകത്ത് ആരുടെയൊക്കെ പേരുണ്ടെന്ന് പറയണം. പക്ഷേ മുകേഷിന്റെ രാജി ആവശ്യത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമായി ഈ CPM ഇപ്പോൾ പ്രതിരോധിക്കാൻ ഉന്നയിക്കുന്ന വാദങ്ങൾ പ്രതിപക്ഷത്തെയും പ്രതിരോധത്തിലാക്കുന്നുണ്ടോ എന്നാണ്. അതായത് 2 പ്രതിപക്ഷ MLA-മാർ എന്ത് ചെയ്തു എന്ന ചോദ്യം ഇന്ന് MA ബേബിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സോളാർ കേസിൽ MP-മാർക്കുൾപ്പെടെ ആരോപണ വിധേയരായിരുന്നല്ലോ, എന്നിട്ട് അവരൊക്കെ സ്ഥാനം രാജിവെച്ചോ എന്ന് തിരികെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കോൺഗ്രസിന് ബാധ്യതയുണ്ടല്ലോ. അപ്പോൾ എന്ത് കണ്ടാണ് ഈ MLA-യുടെ രാജി ആവശ്യപ്പെടുന്നത് എന്നാണ് CPM ചോദിക്കുന്നത്. കൃത്യമായിട്ട് ഇത്
ഇത് എത്ര ദുർബലമായിട്ടുള്ള ചോദ്യമാണ്. CPM അല്ലേ ഇവിടെ നാഴികയ്ക്ക് 40 വട്ടം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളാണ് നിൽക്കുന്നത്, വാക്കത്തി തലയ്ക്ക് താഴെ വെച്ച് കിടക്കാതെ കിടന്നുറങ്ങണമെങ്കിൽ LDFന് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൊലപാതകത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട് വോട്ട് ചോദിച്ച ആളുകളാണ് CPM. ആ CPM ആദ്യം മറുപടി പറയേണ്ടത് ഇതിനകത്ത് ആർക്കെതിരെ അത് കോൺഗ്രസ് അല്ല, ആർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണമുണ്ടായാലും അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾക്കാർക്ക് സംശയമില്ല. പക്ഷേ ഇന്നത്തെ ഈ പ്രശ്നത്തെ ലഘൂകരിക്കാൻ വേണ്ടി CPM കൊണ്ടുവരുന്ന വിഷയമാണ്. ഇതൊരു ജഡ്ജി കൊണ്ടുവന്നിട്ടുള്ള റിപ്പോർട്ടാണ്. ഇത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ തലയെടുപ്പുള്ള ഒരു ന്യായാധിപ അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന റിപ്പോർട്ട്, ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന റിപ്പോർട്ടിന് ഈ ഗവൺമെൻറ് തന്നെ തള്ളിപ്പറഞ്ഞതിന് തുല്യമല്ലേ അത്? അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസ് എന്ത് ചെയ്തു, ഐക്യ ജനാധിപത്യ മുന്നണി എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഇന്ത്യയിൽ തന്നെ ഇത്രയേറെ തുടരെ ഇത്തരത്തിലുള്ള ആക്ഷേപമുണ്ടായിരിക്കുന്ന ജനപ്രതിനിധി മുകേഷ് മാത്രമാണ്. ഇനിയും മറ്റു പേജുകൾ പൂഴ്ത്തിവെച്ചിരിക്കുന്ന പേജുകൾ പുറത്തു വരുമ്പോൾ കൂടുതൽ കേസുകൾ പുറത്തു വരുമെന്നുള്ളതാണ് എൻ്റെയൊക്കെ വിശ്വാസം. അതുകൊണ്ട് കൊല്ലത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മുകേഷ് അവരെ പ്രതിനിധീകരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് തന്നെയാണ്. മുകേഷ് പറഞ്ഞല്ലോ എനിക്ക് ഓർമ്മയില്ലാന്ന്. ഓർമ്മക്കുറവ് എന്ന് പറയുന്നൊരു അസുഖമാണ്. അത് അസുഖമുള്ളവരോട് എനിക്ക് സഹതാപമുണ്ട്. പക്ഷേ ഓർമ്മക്കുറവുണ്ട് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുകയല്ലേ, പറഞ്ഞുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് ആ പ്രദേശത്തെ ആളുകളെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്? അപ്പോൾ ഇതുപോലെ ഇനി അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് മന്ത്രി വീണ ജോർജ് ഇന്ത്യ വിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മാധ്യമപ്രവർത്തകയായിരിക്കുമ്പോൾ മുകേഷുമായി ബന്ധപ്പെട്ട് ഒരു തെന്നിന്ത്യൻ നടി, അവരുടെ ബന്ധങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഒരു തെന്നിന്ത്യൻ നടി കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ, മുഴുവൻ പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയല്ലേ, മുഴുവൻ ചാനലുകളിലും മുഴുവൻ സോഷ്യൽ മീഡിയയിലും അത് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അവരെന്തൊക്കെയാണ് പറഞ്ഞത്? ഗർഭിണിയായിരുന്നപ്പോൾ വയറ്റത്ത് ചവിട്ടിയതടക്കമുള്ള ഇത് മുഴുവൻ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ പറ്റുന്നത് മുകേഷിന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ മുകേഷിൻ്റെ കാര്യം വേറൊരാളുമായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും? അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ക്യാബിനറ്റിനകത്തൊരു മന്ത്രി തന്നെ ഇരിക്കുകയല്ലേ. ആ മന്ത്രിക്ക് പറഞ്ഞുകൂടെ? അവർ സ്ത്രീ സുരക്ഷയുടെ പേര് പറയുന്നവരല്ലേ, സർക്കാർ ഒപ്പമുണ്ട് എന്ന് 1000 വട്ടം പറയുന്നവരല്ലേ. എന്തുകൊണ്ട് ആ മന്ത്രിക്ക് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചുകൂടാ? എനിക്ക് ഇതിനു മുമ്പ് ഈ തരത്തിലുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ മാധ്യമപ്രവർത്തകയായിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ അഭിമുഖത്തിലൂടെ ഇത് പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പറയാത്തത്? അപ്പം മുകേഷ് ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടുള്ള കാര്യമല്ല ഇത്. ആ നടി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ് ഈ കാര്യത്തിൽ മുകേഷ് എന്നുള്ളത് വെളിവായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത തരത്തിൽ സാറ ജോസഫും KR മീരയും അടക്കമുള്ള 100ഓളം വരുന്ന സ്ത്രീപക്ഷ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് മുകേഷ് രാജിവെക്കണമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് അങ്ങനെ ചെയ്തില്ലേ, CPM അല്ലെങ്കിൽ UDF ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നത് ഇത് ഒരു സംശയം വേണ്ട. ഈ പ്രശ്നത്തെ ലഘൂകരിച്ച് ചർച്ചകൾ വഴിമാറ്റിക്കൊണ്ട് ഇപ്പോൾ ഒരേ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടവരാണ് എൽദോസ് കുന്നപ്പള്ളിയും M വിൻസെന്റും M മുകേഷിനെ പോലെ തന്നെ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് നോക്കൂ എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ അതങ്ങനെയല്ല എന്നാണോ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ പറയുന്നത്? അവർ നേരിട്ട ആരോപണങ്ങളും അവർക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റവും വകുപ്പുകളും ഒക്കെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണോ? കാരണം ഞാനത് പറയാൻ കാരണം താങ്കൾ ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ഇപ്പൊ വീണ ജോർജിന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞു. അത് മുകേഷിന്റെ മുൻ ഭാര്യ സരിതയെ കുറിച്ച് നടത്തിയ ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ വന്നതിന് ശേഷമാണ് മുകേഷ് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം അതിനു മുമ്പ് നടന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ഈ വരുന്ന വിവരങ്ങളുമൊക്കെ. അപ്പോൾ എന്താണോ M വിൻസെന്റിനും എന്താണോ എൽദോസ് കുന്നപ്പള്ളിക്കുമെതിരെ ഉയർന്ന ആരോപണം, അതേ സ്വഭാവവും ഗൗരവവും അല്ലേ മുകേഷിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കേസുകൾക്കുമുള്ളത്? ഞാൻ പറയട്ടെ, മുകേഷ് ഇത് തമ്മിൽ താരതമ്യം ചെയ്യരുത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ പറഞ്ഞ 2 പേർക്കുമെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളിൽ അപ്പം തന്നെ പാർട്ടി നടപടിയെടുത്തു. ഇവിടെ പാർട്ടി നടപടിയെടുക്കാൻ പറയുമ്പോൾ പറയും മുകേഷ് പാർട്ടി പ്രവർത്തനമല്ല. എന്നാൽ മത്സരിച്ചത് ഏത് ചിഹ്നത്തിലാണെന്ന് ചോദിച്ചാൽ പറയും അത് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിലാണ്. ഇങ്ങനെ വ്യക്തതയില്ലാതെ പോകുന്ന CPMന്റെ നിലപാട്. പാർട്ടി അവർക്കെതിരെ നടപടിയെടുത്തു. അതിനകത്ത് തന്നെ കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഉത്തരവിൽ തന്നെ ആ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ആ ബോധ്യത്തോടു കൂടി കോടതിയെ സമീപിക്കാൻ മുകേഷിന് അന്ന് കഴിഞ്ഞിരുന്നോ? അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഇത് മുകേഷിന് തന്നെ ഭയപ്പാടാണ്. ഇവിടെ CPM നേതാക്കൾക്ക് തന്നെ നെഞ്ചെടുപ്പാണ്. ഇനി വന്നത് ഇത്രയുമാണെങ്കിൽ വരാനിരിക്കുന്നത് എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ച് കണക്കറിയാതെ ഇരിക്കുന്ന ഹാബിച്വൽ ഒഫൻഡറായിട്ടുള്ള കൃത്യമായിട്ട് അതിനകത്ത് പരാതിക്കാർ മുകേഷിനെതിരെയുള്ള പരാതികൾ കൃത്യമായി നിരത്തി മുന്നോട്ട് വെക്കുന്ന ഈ സാഹചര്യത്തിൽ
മുകേഷ് എന്ന് പറയുന്നയാളിനെ ജനപ്രതിനിധിയായി തുടരാൻ അനുവാദം ഇല്ല, അല്ലെങ്കിൽ കൊടുക്കരുത് എന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം അതിനകത്ത് കമ്പയർ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ പണ്ടെന്ത് നടന്നു എന്ന് പറയാനാണ് CPM എന്ന് ഭരിക്കുന്നത്. CPMന്റെ നിലപാട് പറയൂ. CPM കോൺഗ്രസിന്റെ നിലപാടിലേക്ക് പോകുക എന്നുള്ളതാണോ? കോൺഗ്രസിന് ശക്തമായ നിലപാട് ഇക്കാര്യത്തിലുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. മുകേഷ് രാജിവെക്കുക തന്നെ ചെയ്യണം. ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. നമ്മളോടൊപ്പം സംവിധായിക കുഞ്ഞില മാസിലമണി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് BN ഹസ്കർ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ഉണ്ടാകും ഈ ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീമതി കുഞ്ഞില മാസിലമണി, ഇപ്പോൾ ഈ ചലച്ചിത്ര രംഗത്ത് പല ഘടകങ്ങളിലായി ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ട വനിതാ പ്രവർത്തകർ, അവർക്കുണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങൾ, അതായത് തൊഴിലിടങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക ചൂഷണം അടക്കമുള്ള അവരുടെ മോശം അനുഭവങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനവർക്ക് ധൈര്യം പകർന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന പല പ്രധാനപ്പെട്ട വിവരങ്ങളുമായിരുന്നു. ഈ മുഴുവൻ കാര്യങ്ങളിലും സർക്കാർ സിനിമാ മേഖലയിൽ ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ചൂഷണം അവസാനിപ്പിക്കാൻ പാകത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അങ്ങനെ അഭിപ്രായം ഇല്ല. സത്യത്തിൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണോ ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ SIT-നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നതൊരു പോസിറ്റീവ് ആയിട്ടുള്ള നീക്കമാണ് ഒരു തരത്തിൽ. പക്ഷെ അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ചെറിയ നീക്കങ്ങളാണ്, അത് നെയിംസേക്കാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പം ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കണ്ടെത്തൽ മാത്രമല്ല നടത്തിയേക്കണേ. നമുക്ക് ഷൂട്ടിന് പോകുമ്പോൾ അവിടെ പലതരത്തിലുള്ള വിവേചനങ്ങൾ നടക്കുന്നുണ്ട്. മൂത്രമൊഴിക്കാനുള്ള സംവിധാനം ഉണ്ടാവുന്നില്ല, നമുക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നിൽക്കാൻ അക്കോമഡേഷന് പ്രശ്നം ഉണ്ടാവുന്നു. അത് മാത്രമല്ല, ഇപ്പൊ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് FEFCAയിൽ അംഗത്വം എടുക്കണമെങ്കിൽ നിബന്ധനകൾ വെക്കുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചൂഷണം നടക്കുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ, ഈ FEFCAയിൽ മെമ്പർഷിപ്പ് എന്താണ്, ജോലി എടുക്കണമെങ്കിൽ ഇത്ര ഒരു ഏജ് ലിമിറ്റ് വെച്ചേക്കാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിബന്ധനകൾ, ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള വിവേചനങ്ങൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്നു എന്നുള്ള ഭയങ്കര സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ഹേമ കമ്മിറ്റി നടത്തിയേക്കണേ. അപ്പൊ ഇതിനെ ഒരു സമഗ്രമായിട്ട് ഇതിനെ അഡ്രസ് ചെയ്യാന്നുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ എടുക്കണ നടപടികൾ മുഴുവൻ ഒരു നീജർക്ക് റിയാക്ഷൻ, അല്ലെങ്കിൽ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യണ പോലെയാണ് തോന്നുന്നത്. ഓക്കെ, ഇപ്പൊ SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൾക്കാർ കേസ് മൊഴി എടുക്കണു, പക്ഷെ അത് സ്ത്രീകളെ ഒരു തരത്തിൽ നിർബന്ധിക്കുക കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവരാരും ഞാൻ പോലീസിൽ കേസ് കൊടുക്കണമെന്ന് വിചാരിച്ച് മുന്നോട്ട് വന്ന സ്ത്രീകളായിരുന്നില്ല. അവർ അനോണിമസ് ആയിട്ട് നിന്ന് അതിന്റെ ഒരു കംഫർട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച സ്ത്രീകൾക്ക് പോലും ഇപ്പൊ അവര് ഒരു തരത്തിൽ നിർബന്ധിതരാകുന്നും കൂടെ ഉണ്ട്. അത് എത്രത്തോളം ജുഡീഷ്യസ് ആണ് എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് സംശയമുണ്ട്. അത് പോട്ടെ, ഓക്കെ, കേസ് കൊടുക്കാനുള്ള സ്ത്രീകൾ കേസ് കൊടുക്കുന്നു, ഇപ്പൊ എത്രത്തോളം നടപടി ഉണ്ടാവുന്നു, അപ്പൊ ഒരു തരത്തിൽ അവര് മേ ബി അവർ ആഗ്രഹിക്കുന്ന ഒരു ജസ്റ്റിസ് അവർക്ക് കിട്ടിയേക്കാം. പക്ഷെ എന്താണ് സെക്ഷൽ ഹറാസ്മെന്റിനെ സംബന്ധിച്ചും സെക്ഷൽ അസോൾട്ട്, സിനിമ ഇൻഡസ്ട്രിയിലെ സെക്ഷൽ അസോൾട്ടിനെ പറ്റിയിട്ടും ഇപ്പം വെളിവാകുന്ന കാര്യം എന്താണ്? എന്തോരം കേസ് ഇപ്പൊ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? 17ലും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കണേ. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഈ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യാനായിട്ട് സർക്കാർ എന്താണ് ചെയ്യണത്? ഇപ്പോ ഓക്കെ, സിദ്ദിഖ് രാജിവെച്ചു എന്ന് പറയുമ്പോൾ സ്വാഗതാർഹമാണ് എന്ന് പറയണു, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പേരുകൾ പുറത്തു വരണം എന്ന് പറയുമ്പോൾ അതിന് കൈയടിക്കുന്നു. അപ്പം സ്വന്തം MLA രാജിവെക്കണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഉടനെ മറ്റേ എതിർ പാർട്ടിക്കാർ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ആർഗ്യുമെന്റ് ആണ് വരുന്നത്. അവരെന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും കൂടെ ഒരു പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള മനുഷ്യര് പവർ പൊസിഷനുകളിൽ എത്തുന്നതിൽ ഭരിക്കുന്ന പാർട്ടിക്കായിട്ടുണ്ടെങ്കിലും, ഞാനിപ്പോ മറ്റവര് എന്തെങ്കിലും വിശുദ്ധരാണെന്നല്ല പറയണത്, ആരാണോ ഭരണത്തിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ പക്കലാണോ പവർ ഉള്ളത് അവരെ എനേബിൾ ചെയ്യുന്നതിൽ ഈ പാർട്ടിക്കാർക്കും രാഷ്ട്രീയക്കാർക്കും വലിയൊരു പങ്കുണ്ട് എന്നുള്ളത് അഡ്രസ്സ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അതിനെ തകർക്കാനുള്ള മെഷേഴ്സ്, സോളിഡ് ആയിട്ടുള്ള മെഷേഴ്സ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ഇത് ലൈംഗിക അതിക്രമങ്ങളുടെ കാര്യത്തിലാണ് പറയണത്. ബാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പം അഡ്രസ് ചെയ്യപ്പെടണേ ഇല്ല. ഇപ്പൊ സെക്ഷൽ ഹറാസ്മെന്റ് അലിഗേഷൻസ് വന്നപ്പോൾ അത് കുറെ സെൻസേഷണൽ ആയതുകൊണ്ട് ഇപ്പൊ മീഡിയയൊക്കെ ആയിട്ടുണ്ടെങ്കിലും അതിൽ ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരിക്കാം. പക്ഷെ ബാക്കിയുള്ള കണ്ടെത്തലുകളോ അതിനെ പറ്റിയിട്ട് എന്താണ് ചെയ്യണത്? നമുക്ക് അൾട്ടിമേറ്റ്ലി ഈക്വാലിറ്റി വേണം. സെൻസേഷണൽ മാത്രമല്ലല്ലോ കുഞ്ഞില്ല, അത് ഒരു ക്രിമിനൽ ആക്ട് കൂടി അതിനകത്തുണ്ടല്ലോ. ഇപ്പൊ മീഡിയ അത് സെൻസേഷണലൈസ് ചെയ്യുന്നുള്ളത് എല്ലാ കാലത്തും ഞങ്ങൾ പല വാർത്തകളുടെയും കാര്യത്തിൽ നേരിട്ടിട്ടുള്ള ഒരു ആരോപണമാണ്, പൊതുസമൂഹത്തിൽ നിന്നുള്ള ഒരു വിമർശനം എന്ന നിലയിൽ. അതിന് ആരോഗ്യപരമായി തന്നെയാണ് ഞാനും കാണുന്നത്. പക്ഷേ
ഇത് സെൻസേഷണലൈസ് ചെയ്യുന്നതിനപ്പുറത്ത് ഒരു ക്രിമിനൽ ആക്ട് ഇതിനകത്ത് നടന്നിട്ടുണ്ടല്ലോ. അവിടെയാണ് ശ്രീമതി കുഞ്ഞിര താങ്കൾ പറഞ്ഞ ഒരു ഭാഗത്തിൽ എനിക്കൊരു വ്യക്തത വേണ്ടത്. ഈ സർക്കാർ പറയുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറയുന്നത്, ഞങ്ങൾ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്, ഞങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം, മുൻഗണന നൽകുന്നവരാണ്, അപ്പോൾ ഇരകൾക്കൊപ്പം നിൽക്കുന്നവരാണ്. സർക്കാർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. അവർ കേസെടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഭരണകക്ഷി MLA ആയിട്ട് പോലും മുകേഷിനെതിരെ ഒരു ബലാത്സംഗ കുറ്റത്തിന് വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. പക്ഷേ സർക്കാർ എല്ലാവരെയും കേൾക്കുകയും ഇരകൾക്കൊപ്പം നിൽക്കും എന്ന് പറയുമ്പോഴും മുകേഷിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ മാത്രം മുകേഷ് പറയുന്ന, അതായത് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന മുകേഷിൻ്റെ വാദത്തെ കൂടി മുഖവിലേക്ക് എടുത്തിട്ട് ഈ പദവി ഒഴിയണ്ട എന്ന തീരുമാനമെടുക്കുന്നു. അപ്പോൾ സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്നാണോ താങ്കളെപ്പോലുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തക സംശയിക്കുന്നത്? ആണ്, ഇരട്ടത്താപ്പ് ഉണ്ട് തന്നെയാണ്. അതായത് പോളിസീസിൽ നമുക്ക് സ്ത്രീപക്ഷമായിട്ട് കാണപ്പെടണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് നമ്മൾ ലെഫ്റ്റ് ഐഡിയോളജിയിൽ നിൽക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ പ്രാക്ടിക്കലി നമ്മുടെ പാർട്ടിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ ആക്ടർ സരിത മുകേഷിനെതിരെ ഈ ആരോപണം നടത്തിയ സമയത്ത് അത് മലയാളികൾ അന്നും കണ്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ സെൻസേഷണലൈസ് എന്ന് പറഞ്ഞത് അതൊരു എന്റെ ഒരു പ്രൊപ്പോസിഷനാണ്. ഇപ്പൊ നമ്മള് ലിംഗവിവേചനം നടക്കുന്നു എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റം തന്നെയായിട്ട് അതിന്റെ ഗൗരവം അതിന് കൊടുക്കേണ്ടതില്ലേ എന്നുള്ള പ്രൊപ്പോസിഷനാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം ശരിയാണ്, ഇത് IPC ചുമത്താൻ പറ്റുന്ന ചാർജസ് ആണ്. പക്ഷെ അതേപോലെ തന്നെ ഒരു ഇനീക്വാലിറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയല്ലേ മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതും ഒരു ക്രിമിനൽ കുറ്റത്തിന്റെ ഗൗരവം കൊടുക്കണ്ടേ എന്നുള്ളതാണ്. ഉറപ്പായും കൊടുക്കേണ്ടതാണ്. ആർക്കായത് തർക്കം? അല്ല, അപ്പം പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലി ആലോചിക്കുമ്പോൾ നമുക്ക് അതിനല്ല ആൾക്കാർക്ക് വ്യഗ്രത ഉണ്ടാവുക അതിനെക്കുറിച്ച് കേൾക്കാനായിരിക്കില്ല എന്നുള്ളതും കൂടെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ വി നീഡ് ടു ചേഞ്ച് ദ നെറേറ്റീവ് എന്നും കൂടെയാണ് ഞാൻ പ്രപ്പോസ് ചെയ്യണത്. അത് വേറൊരു ഇഷ്യൂ. പക്ഷെ ഞാൻ പറയണേ, ഇപ്പം മുകേഷിനെതിരെ ആരോപണം വരുന്നു. സരിത, സോറി അതല്ലേ അവരുടെ പേര്, എക്സ് പാർട്ട്ണർ, യെസ്. അപ്പൊ മുകേഷിന്റെ എക്സ് പാർട്ട്ണർ ഈ ആരോപണം മെയിൻ സ്ട്രീം TV തന്നെ വന്നിട്ടുണ്ട്. മലയാളികൾ അത് കേൾക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയക്കാരും, അതായത് ഇദ്ദേഹത്തിന്റെ ഐഡിയോളജിക്കാരും അത് കേൾക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മത്സരിക്കാമെന്നുള്ള തീരുമാനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അധികാര സ്ഥാനത്തേക്ക് വരുന്നു. ആ സമയത്ത് നമ്മൾ ഇത്ര ഗൗരവത്തോടെ അതിനെ കണ്ടിട്ടില്ല. ഇന്ന് നമ്മൾക്ക് അത് കാണാൻ പറ്റുന്നതും അതിനെ ഇന്ന് ചോദ്യം ചെയ്യാൻ പറ്റുന്നതും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെയും കൂടെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ഒരു ചർച്ചകൾ നടക്കുന്നതും കൊണ്ടും കൂടിയാണ്. പക്ഷെ അവിടുത്തെ ട്രെൻഡ് എന്താണ്? നമ്മള് ഇങ്ങനെ ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ പിന്നെയും പിന്നെയും പവർ കൊടുക്കുക എന്നുള്ള ആക്റ്റീവായിട്ടുള്ള തീരുമാനം തന്നെയാണ്. ഇപ്പം ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ളത് ഓക്കെ, അതൊരു കേസ് എന്നുള്ള നിലയിൽ പ്രോഗ്രസ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾ എന്താ പറയണേ. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, മുകേഷ് ഇപ്പം മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം തോൽക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അപ്പൊ ദിലീപിന്റെ സിനിമകൾ വിജയിക്കാത്തത് സിനിമ മോശമായതുകൊണ്ടാണ്, അല്ലാണ്ട് മലയാളികൾക്ക് ധാർമ്മികമായിട്ടുള്ള രോഷം വന്നിട്ട് അവർ അങ്ങനെ സോളിഡാരിറ്റി കാരണം പോകാണ്ടിരിക്കണോണ്ടൊന്നല്ല. അദ്ദേഹം ഭയങ്കര തട്ടുപൊളിപ്പൻ സിനിമ എടുത്തു വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹിറ്റ് ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അപ്പൊ സർക്കാരിന്റെ കടമ എന്താണ്? സർക്കാർ മെസ്സേജ് മുന്നോട്ട് വെക്കണം. നിങ്ങളുടെ പേഴ്സണൽ ചോയ്സും നിങ്ങളുടെ ഇഷ്ടവും വോട്ട് കുത്തലും ഒക്കെ ഓക്കെ, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു പോളിസി എന്നുള്ള നിലയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് സമൂഹത്തിലേക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഞങ്ങളുടെ അധികാര സ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇരിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ആ സന്ദേശം കൊടുക്കാനുള്ള വിമുഖതയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. അതിപ്പോ CPM ചോദിക്കണേ. ഇപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പം കോൺഗ്രസ് പ്രതിനിധി പറയണത് നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ വോട്ട് അബൌട്ട് മറ്റേതെന്ന് പറയുന്നത് അത് വോട്ട് അബൌട്ടറി ആണെന്നാണ് പറയണത്. പക്ഷെ എന്തുകൊണ്ട് അതും ചോദ്യം ചെയ്യേണ്ട ഒരു സംഗതിയാണെന്ന് അംഗീകരിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. എന്തിനിപ്പോ പ്രതിപക്ഷത്തിന് ചോദ്യം ചെയ്യണതിലുള്ള മട്ടും ഭാവവും ഒക്കെ ഭയങ്കര കുറവായിട്ടാണ് ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ ടോണിന്റെ കാര്യമാണ് പറയണത്. അവർക്ക് ഒരു സ്വതവേയുള്ള പുച്ഛമോ ആ ഒരു എന്താണ് ഗുമ്മൊന്നും വരുന്നില്ല ഇതിനകത്ത്. കാരണം അവർക്ക് പേടിയുണ്ട്. ഇവർക്കെതിരെ അലിഗേഷൻസ് വരുമ്പോൾ ഇപ്പൊ ഒരാളെ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറയുന്നു. പാർട്ടി നടപടി എടുത്തോന്നുള്ളതല്ല, MLA സ്ഥാനം രാജിവെക്കണം എന്ന് നിങ്ങൾ ഈ കാര്യത്തിൽ പറയണത്. നിങ്ങളുടെ പാർട്ടിക്കാർക്ക് എന്തുകൊണ്ട് അത് നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഉത്തരമാണ് അധികാര സ്ഥാനങ്ങളിൽ ഇത്തരം ആൾക്കാരെ കൊണ്ടുവരുന്നതിൽ
പൊതുവെയുള്ള ഒരു സമൂഹത്തിലുള്ള വിമുഖത അല്ലെങ്കിൽ കൊണ്ടുവരുന്നതിൽ അവർക്ക് പ്രശ്നമില്ല എന്നുള്ള മെസ്സേജ് തിരുത്തി എഴുതാനുള്ള വിമുഖത രണ്ടു കൂട്ടർക്കുണ്ട്. അതിപ്പോ ഭരണത്തിലിരിക്കുന്നവര് ആദ്യം സന്ദേശം ഒരു മാതൃകാപരമായിട്ട് ശരി, ശ്രീമതി കുഞ്ഞിലെ ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. കാരണം ഭരണത്തിലിരിക്കുന്നവരാണ് ആദ്യം ആ സന്ദേശം നൽകേണ്ടത്. അതായത് സ്ത്രീ പക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർക്ക് ഈ അധികാരത്തിന്റെ തണൽ ഒരുക്കി അവരെ സംരക്ഷിക്കുന്ന നടപടി ഒട്ടും തന്നെ ശരിയായ രീതിയിലുള്ളതല്ല. അത് സർക്കാരിന്റെ നയം എന്ന നിലയിൽ ആ കാര്യങ്ങളിൽ സർക്കാർ വ്യക്തതയോടുകൂടി നിലപാടെടുക്കേണ്ടതാണ്. BN ഹസ്കർ, ഇപ്പോൾ ഈ ഇടതുപക്ഷത്തു നിന്ന് CPIയിൽ നിന്ന് പോലും ആവശ്യമുണ്ട് മുകേഷിന്റെ രാജിക്ക് വേണ്ടി. പക്ഷേ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് CPM ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. താങ്കൾ അത് ന്യായമാണെന്ന് കരുതുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, നമുക്കറിയാം UDFന്റെ അല്ലെങ്കിൽ വലതുപക്ഷത്തെ 2 MLA-മാർക്കെതിരെ സമാനമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു വർത്തമാനകാലത്ത്. ഈ ശ്രീ M. വിൻസെന്റിനും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ സമാനമായ കേസുകളും നിലവിലുണ്ടായിരുന്നു. പക്ഷെ വലതുപക്ഷ MLA-മാരായതുകൊണ്ട് അവർ രാജിവെക്കണമെന്ന ആവശ്യം നിരാകരിക്കുകയും രാജിവെക്കുകയും ഉണ്ടായില്ല. പക്ഷെ ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം വലതുപക്ഷം ചെയ്യുന്നതെല്ലാം ഇടതുപക്ഷം അനുകരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി തന്നെ കേരളത്തിലില്ല. അപ്പോൾ സ്വാഭാവികമായി ഇടതുപക്ഷം ചെയ്യേണ്ടത് എന്താ? തങ്ങളുടെ ഒരു MLA-ക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ വരുന്നു, കേസുകൾ വരുന്നു. ഏറ്റവും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് MLA എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ MLA-യുടെ സ്ഥാനം ത്യജിക്കണം എന്നാവശ്യപ്പെടാനുള്ള ആർജവം ഈ പാർട്ടി കാണിക്കണം എന്നു തന്നെയാണ് എന്റെ അഭിപ്രായം. ഇതാണ് പൊതുമനസ്സുകൾ, ഇടതുപക്ഷ മനസ്സുകൾ കാത്തുസൂക്ഷിക്കുന്ന ആളുകൾ കരുതുന്നത്. അതിനപ്പുറം ഇവിടെ ഒരു MLA രാജിവെച്ചതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ പ്രത്യേകിച്ച് അംഗബലത്തെ സംബന്ധിച്ച് ഒരു ഭയവും വേണ്ടിവരില്ല. ഒരുപക്ഷെ അത്തരമൊരു സ്ഥാനത്യാഗം ചെയ്യുന്നതിന് ശ്രീ മുകേഷ് തയ്യാറായാൽ അത് ഇടതുപക്ഷത്തിന്റെ ക്ഷോഭയെ വലിയ തോതിൽ വർദ്ധിപ്പിക്കും. ആ വജ്രശോഭയോടുകൂടി ഇടതുപക്ഷത്തിന് കേരളത്തിലും ഇന്ത്യയിലും ആകമാനം നിലകൊള്ളാനാകും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഇപ്പോൾ പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനം, അത്തരത്തിൽ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ ആ തീരുമാനം പുനഃപരിശോധിക്കാൻ പാർട്ടിക്കാവണം. അതാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. വലതുപക്ഷം ചെയ്യുന്നത് അനുകരിക്കുകയല്ല ഇടതുപക്ഷം ചെയ്യേണ്ടത്. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ഉയർത്തി വെച്ചിട്ടുള്ള ഒരു മറുവാദം എന്ന് പറയുന്നത് അദ്ദേഹത്തെ പലപ്പോഴും പല ഘട്ടങ്ങളിലായി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ അതിജീവിത എന്നുള്ളതാണ്. സ്വാഭാവികമായും അതും അന്വേഷിച്ച് വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ അതും തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഈ നാട്ടിലുണ്ട്. അപ്പൊ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ ജനാധിപത്യ പ്രക്രിയയിലൂടെ, നീതി പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണ് വേണ്ടത്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ഞങ്ങൾ സ്ത്രീപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ, ഞങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ ശ്രീ M. മുകേഷ് MLA രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണം. അഡ്വക്കേറ്റ് BN ഹസ്കർ, താങ്കൾ പറഞ്ഞല്ലോ ഈ M. മുകേഷ് MLA സ്വമേധയാ രാജിവെക്കാൻ തയ്യാറാവുകയായിരുന്നുവെങ്കിൽ അത് സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും ഒക്കെ പ്രതിച്ഛായയ്ക്ക് തിളക്കം കൂട്ടിയേനെ എന്ന്. യഥാർത്ഥത്തിൽ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് CPM വരികയുമാണ്. മാത്രമല്ല, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ആ നിലപാടിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക കൂടിയാണ്. ഇപ്പോൾ ഇന്ന് MA ബേബി പറഞ്ഞത് സോളാർ കേസിൽ ഇങ്ങനെ കുറെ MP-മാർക്കെതിരെ ആരോപണം ഉണ്ടായല്ലോ, അവരുടെ കാര്യത്തിൽ നിങ്ങൾ രാജി ആവശ്യപ്പെട്ടോ, എന്തിനാണ് ഇവിടെ മാത്രം ഇത്ര തിടുക്കം എന്നാണ്. EP ജയരാജൻ പറയുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ M. വിൻസെന്റിനും എൽദോസ് കുന്നപ്പള്ളിക്കുമെതിരെയൊക്കെ ആരോപണം ഉയർന്നല്ലോ, എന്നിട്ട് അവരൊക്കെ രാജിവെച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ മുടന്തൻ ന്യായങ്ങൾ ഒരു രാഷ്ട്രീയ പ്രതിരോധം എന്ന ഒരു വേഷപ്രച്ഛന്നതയിൽ അവതരിപ്പിക്കുന്നത്? അതുകൊണ്ട് എന്താണ്, ആരുടെ തണലിലാണ് മുകേഷ് നിൽക്കുന്നത്? പൊതുസമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഉപവികൃഷ്ണൻ, ഇതിൽ വലതുപക്ഷ നേതാക്കന്മാർക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യം ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ലഭിക്കാൻ പാടില്ല. ഇടതുപക്ഷം എന്ന് പറയുന്നത് അതിനൊരു വിശാലമായ കാഴ്ചപ്പാടും ബൗദ്ധികവും സാംസ്കാരികവുമായ ആർജവവുമുള്ള ഒരിടമാണ് ഇടതുപക്ഷം. അപ്പോൾ സ്വാഭാവികമായി അതുകൊണ്ടാണല്ലോ 100ഓളം വരുന്ന വനിതാ സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ, സാംസ്കാരിക നായികമാർ അവരൊക്കെ ഒപ്പിട്ട ഒരു പ്രസ്താവന സർക്കാരിന് നൽകുന്നത്. അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല. സർക്കാരിന്റെയും മാത്രമല്ല ഈ പ്രശ്നം, ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ തലയുയർത്തി നിൽക്കണമെങ്കിൽ ഉറപ്പായും അദ്ദേഹത്തെ രാജിവെക്കാൻ ആവശ്യമുണ്ട്. ഒരു തരത്തിലുള്ള സംരക്ഷണവും അദ്ദേഹം അർഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്, CPM-ന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ രാജിവെക്കണം എന്ന് ആർജവത്തോടുകൂടി പറയേണ്ടത്.
അത് പറയുന്നതിന് പാർട്ടി അമാന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വലിയ വില വരും കാലങ്ങളിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് നൽകേണ്ടി വരും, CPM നൽകേണ്ടി വരും. കാര്യം നമ്മളൊക്കെ കെട്ടിപ്പടുത്തിയിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെയും CPMന്റെയും സ്ത്രീപക്ഷ നിലപാടുകളോടുകൂടിയുള്ള സമീപനങ്ങൾ കൂടിയാണ്. ആ സ്ത്രീപക്ഷ നിലപാടുകളെ ഒക്കെ തുരങ്കം വെക്കുന്നതാണ് ഇപ്പോൾ എടുക്കുന്ന നിലപാട്. അത് വലതുപക്ഷത്തിന്റെ ആനുകൂല്യം, വലതുപക്ഷ നേതാക്കന്മാർക്ക് ലഭിച്ച ആനുകൂല്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ആ ആനുകൂല്യം നൽകാനാവില്ല. അങ്ങനെ നൽകുക എന്ന് പറയുന്നത് അതൊരു മുൻകൂർ ജാമ്യം എടുക്കലിന് തുല്യമാണ്. അത്തരത്തിൽ ഒരു തരത്തിലും അദ്ദേഹം നിയമപരമായി നേരിടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഇപ്പോൾ കേസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് തന്നെയാണ് ആ കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറം അതൊക്കെ നിയമപരമായിട്ടുള്ള നേരിടലാണ്. പക്ഷേ ഇടതുപക്ഷ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്നും അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടാനുള്ള സന്നദ്ധ CPM തയ്യാറാകണം എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് വരും ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ മാറ്റമുണ്ടായില്ല എങ്കിൽ ഇടതുപക്ഷത്തിന് നാളെ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചും ഞങ്ങൾ സ്ത്രീപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരാണെന്ന് ഇങ്ങനെ പുരപ്പുറത്ത് കയറുന്നെന്ന് കൂവുന്നതിനുള്ള അവസരം പോലും ലഭിക്കില്ല. ഈ സ്ത്രീ വിരുദ്ധന്മാരെ ആകമാനം ഞങ്ങൾ പിടിച്ച് നിയമത്തിന് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം തീരുന്നില്ല. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രതിനിധി അദ്ദേഹം ഇത്തരത്തിൽ ഒരു അപകടകരമായിട്ടുള്ള സ്ത്രീവിരുദ്ധ ജീവിതം നയിച്ചു എന്ന് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ നിശ്ചയമായും അദ്ദേഹത്തിന്റെ MLA സ്ഥാനവും അതുപോലെ തന്നെ ഇപ്പോ സിനിമ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഒഴിവാക്കിക്കൊണ്ടൊരു തീരുമാനം എടുക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കും. മറ്റൊരു വാർത്തയിലേക്ക്. ബലാത്സംഗ കേസിൽ കോടതിയെ സമീപിച്ച് നടൻ സിദ്ദിഖ് തനിക്കെതിരായ പരാതിയുടെ പകർപ്പും FIR വിവരങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ സിദ്ദിഖ് അപേക്ഷ നൽകി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്.